നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ സൂചന അനുസരിച്ച് ഒരു മൃതദേഹ ഭാഗം മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പുലർച്ചെ നടത്തിയ തിരച്ചിലിനിടയിൽ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അത് പൂർണ്ണ മൃതദേഹമാണോ എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകളില്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്ക് അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. തെരച്ചിൽ നടന്ന മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഇവ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ. ഊർജിതമായ തെരച്ചിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കാന്തൻപാറയിലും സൂചിപ്പാറയിലും അതോടൊപ്പം സൺറൈസ് വാലിയിലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ തെരച്ചിൽ ഇന്നലെയും ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളുമൊക്കെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിങ്ങനെ കൂടുതലായി പിന്നിടുന്ന ഒരു പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഊർജിതമാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ഇവിടേക്ക് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 11 മണി വരെ മാത്രമേ ഈ തെരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന് SPGക്ക് ഈ സുരക്ഷാ ചുമതലകൾ അതുമായി ബന്ധപ്പെട്ട ഏകോപനം കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ രാവിലെ 11 മണി വരെയുള്ള സമയത്തായിരിക്കും, 5 മണിക്കൂർ സമയത്തായിരിക്കും ഈ വ്യാപകമായ തെരച്ചിൽ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല, അതോടൊപ്പം പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായി നടക്കുക. ഡാൻ, ഏറ്റവും പ്രധാനമായി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറ്റവരെ തേടി, പ്രിയപ്പെട്ടവരെ തേടി അവസാനമായി അവർ ഇറങ്ങുകയാണ് ആ നാട്ടിലേക്ക്, ആ ദുരന്ത ഭൂമിയിലേക്ക്. തങ്ങളുടെ പ്രിയപ്പെട്ട വീടിരുന്ന, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെയൊക്കെയോ നഷ്ടപ്പെട്ട ആ ഭൂമിയിലേക്ക് അവർ ഇറങ്ങുകയാണ്. അവസാന പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹമെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരൊക്കെ ആ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത് സ്വാഭാവിക ഡാൻ വലിയൊരു വൈകാരിക നിമിഷങ്ങൾക്ക് ആ ഭൂമി വീണ്ടും സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ ആ വലിയ ദുരന്തം അഭിമുഖീകരിച്ചവരാണ്. ആ ആളുകൾ അവിടെ നിന്ന് ഒരു പക്ഷേ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആളുകളാണ് വീണ്ടും ആ നാട്ടിലേക്ക് എത്തുന്നത്. അവരവിടേക്ക് എത്തുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരു പക്ഷേ ഈ തിരച്ചിലിന് പോലും അവിടേക്ക് എത്താൻ സാധിക്കാതെ ആദ്യമായിട്ട് ആ ദുരന്തത്തിന് ശേഷം ആ ഭൂമിയിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും. ഡാൻ ഇപ്പോൾ സൂചിപ്പിച്ചു 11 മൃതദേഹം മുണ്ടക്കൈയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇങ്ങനെ ആ ദുരന്തത്തിനിരയായവർ തന്നെ അവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങളടക്കം കണ്ടെത്താനുള്ളൊരു സാധ്യത കൂടുതലാണല്ലേ? കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്നൊരു സൂചനയെങ്കിലും നൽകാൻ ഒരു പക്ഷേ അവർക്കായിരിക്കും ഏറ്റവും കൂടുതലും സാധിക്കുക, അല്ലേ ഡാൻ? സ്വാഭാവികമായി ഏത് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ മരത്തിന്റെ വേരുകൾ, അതായത് വലിയ മരത്തിന്റെ വേരുകൾ കൂടിക്കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ സാഹസികമായിട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പാണ്, SOG ആണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ ശ്രമകരമായ ദൌത്യത്തിലൂടെ പുറത്തേക്ക് എടുക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടത്തുന്നതോടെ ഈ ഒരു ദൌത്യത്തിൽ, ഈ ഉദ്യമത്തിന്റെ ഒരു ഊർജ്ജം കൈവരും. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട, അല്ലെങ്കിൽ ഈ ഏതൊക്കെ വീടുകൾ, ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഇരുന്നത് എന്നതിനെ സംബന്ധിച്ച പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിക്കാത്ത തരത്തിൽ ഉഴുതുമറിഞ്ഞതിന് തുല്യമാണ് ഈ പ്രദേശങ്ങളെല്ലാം. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഈ സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകളെ തന്നെ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും അതോടൊപ്പം തന്നെ ചൂരൽമലയിലെ വിവിധ ഭാഗങ്ങളിലും കൃത്യമായി ഈ പരിശോധനയ്ക്ക് എത്തിക്കുന്നതിലൂടെ ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കൂടുതലായി, അതായത് ഈ ജനങ്ങൾ രക്ഷപ്പെട്ട് പുഞ്ചിരിമട്ടത്തു നിന്ന് മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും അപകടമുണ്ടായ സമയത്ത് ഓടിമാറുന്ന സാഹചര്യമുണ്ടായിരുന്നു, അവർ നിന്നിരുന്നത് എവിടെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത കൈവരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജനകീയ തെരച്ചിൽ എന്ന ഒരു ആശയം തന്നെ മുമ്പോട്ട് വന്നത്. അങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന 190 ആളുകളെയും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ ഈ തെരച്ചിൽ നടത്തുകയെന്നു തീരുമാനത്തിലേക്ക് എത്തിയതും ആ തെരച്ചിലാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, എല്ലാം നഷ്ടമായ മണ്ണിലേക്ക് ഉറ്റവരെ തേടി അവർ ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ്. ആ തിരച്ചിലാണ് രാവിലെ 6 മണി മുതൽ ആരംഭിച്ചുവെന്ന് ഡാൻ സൂചിപ്പിച്ചത്. ഡാൻ, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് 11 മണി വരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഡാൻ സൂചിപ്പിച്ചതുപോലെ SPGക്ക്
ചുമതല കൈമാറേണ്ടതുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ 11 മണി വരെ മാത്രമേ ഇന്നത്തെ തിരച്ചിൽ ഉണ്ടാവുകയുള്ളൂ. ജനകീയ തിരച്ചിലാണ്, പ്രിയപ്പെട്ടവരെ തേടിയുള്ള ഒരു പക്ഷേ അവസാന പരിശ്രമം എന്ന തിരച്ചിലാണ്. ഇന്ന് 11 മണി വരെ മാത്രമാകുമ്പോൾ ആ സമയം വളരെ കുറവാണ്. 6 മണി മുതൽ 11 മണി എന്ന് പറയുമ്പോൾ സമയം കുറവാണ്. തിരച്ചിലിന് വേഗം കൈവരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തിരച്ചിലിന് വലിയ കാര്യമായ പ്രതീക്ഷയില്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും ഇത്തരത്തിലൊരു തിരച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് ഡാൻ? ഒരു കാര്യം ഉറപ്പാണ്, പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ ചർച്ചകളിലേക്ക് സജീവമായി കടക്കാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഈ കാണാമറയത്തുള്ള 131 പേർ, സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്ന 131 പേർ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളുമില്ലാത്തതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, ഇവിടെ നിന്ന് 38 കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോത്തുകല്ലിലടക്കമാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ കൂടുതലായി ഏതാണ്ട് 190-ലധികം മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഭാഗങ്ങളിലേക്ക് തന്നെ അവയും ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം താഴ്ന്ന ഇടങ്ങളിലടക്കം ഹെലികോപ്റ്ററുകളിൽ, വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിലെത്തി ഈ രക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ പരിശോധനകൾ അവർ നടത്തുമ്പോഴും ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ, പ്രദേശവാസികളുടെ കൂടി സഹായത്തോടെയാണ് അത്തരത്തിലൊരു പരിശോധനകൾ നടക്കുന്നതെങ്കിൽ ഈ തെരച്ചിലിന് ഊർജ്ജം കൈവരുമെന്നും അത് കൂടുതലായി ഗുണം ചെയ്യുമെന്നും ഒരു നിഗമനത്തിലായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ ദൌത്യ സംഘങ്ങൾ ഒരുമിച്ച് എത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അത് പ്രാഥമികമായി ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം പറയാൻ. അങ്ങനെയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഒരു മൃതദേഹ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. വലിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ ദൌത്യ സംഘം വ്യാപകമായി ഇവർക്കൊപ്പം, ഈ നാട്ടുകാർക്കൊപ്പം ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. അത് ഏത് സ്ഥലത്ത് നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സെന്റിനൽ റോക്സിന് സമീപം 12 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തെർമൽ സ്കാനിംഗ് നടത്തിയ അതിൽ നിന്ന് ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ 12 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റി, വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. സ്വാഭാവികമായി ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും ഊർജിതമായ തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി മണ്ണും ചതുപ്പും ചെളിയും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അവിടേക്ക് ഒരു ആൾക്ക്, മനുഷ്യർക്ക് നേരിട്ടങ്ങ് ഇറങ്ങാൻ കഴിയില്ല. അത് തന്നെയാണ് സാഹചര്യം. ആ സ്ഥലങ്ങളിലേക്ക് ഈ റഡാർ തെർമൽ ഇമേജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധനകൾ നടത്തുന്നതിനായിരിക്കും ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകുന്നത്. ആ പരിശോധനകളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ, സെൻസർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം അടയാളങ്ങൾ വെച്ച് ആ ഭാഗങ്ങളിലേക്ക് ഹിറ്റാച്ചുകൾ എത്തിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളായിരിക്കും ഇന്നും നടക്കുകയെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം.